ഈ ക്ഷീണിച്ച് കിടക്കണതേ ഞങ്ങളുടെ ഡിങ്കനാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ പറമ്പിലൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി നടക്കണം. ഇവിടെ എത്തിയപ്പോൾ തന്നെ ആൾ ക്ഷീണിച്ചു. അപ്പം തന്നെ ഇവിടെ കിടക്കുകയാണ്. ഇവിടെ നിറയെ പച്ചയും കാടും ഒക്കെയാണ്. ഇന്ന് നല്ല വെളിച്ചമുള്ള ഒരു ദിവസമാണ്. മഴക്കാറും വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലം വരാൻ പോവാണല്ലോ. ഇത് കണ്ടോ, ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഒച്ച ഞങ്ങളുടെ. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ പറയണേ? ഇതിനുണ്ടല്ലോ, ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ ഒരു 3-ലോ 4-ലോ ഒക്കെ എത്തും. കാരണം എന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഓടിക്കളിക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ വീണ് കൈയൊക്കെ പൊട്ടുമല്ലോ. അപ്പോഴത്തെ മരുന്നാണ്. ഇതെടുത്ത് കയ്യിൽ ഇങ്ങനെ നന്നായിട്ട് ഞെരടി ആ പൊട്ടിയ സ്ഥലത്ത് അങ്ങോട്ട് ഒഴിക്കും. നല്ല നീറ്റലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഉണങ്ങും. ഇപ്പോഴും അതിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ LP സ്കൂളിലേക്ക് സത്യം ഭയങ്കര ഒരു ഫീലാണ്. കറക്റ്റായിട്ട് അത് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു ഫീല് തോന്നും. ഇവിടെ നിറയുണ്ട് ഡൈപ്പച്ച. ഉണ്ടോ, കാട് പിടിച്ചാൽ. ഇനിയിപ്പോൾ മഴ വന്നിട്ടുണ്ടെങ്കിൽ നോക്കണ്ട, ഇങ്ങോട്ടൊന്നും വരാനേ പറ്റില്ല. ഭയങ്കര കാടായിരിക്കും. എന്തായാലും ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല മേഘങ്ങളും നീലാകാശം. അതിൻ്റെ ഇടയ്ക്ക് മഴമേഘം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ മഴ തുടങ്ങിയാൽ ഒരു രക്ഷയില്ല. കമ്മ്യൂണിസ്റ്റ് വെച്ച നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ഞാനടുത്ത് ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, കയ്യിലിങ്ങനെ വെറുതെ ഞെരടും. എന്നിട്ട് അങ്ങോട്ട് മണക്കും. ഒരു എന്താ പറഞ്ഞ കുട്ടിയായി മാറും ഞാൻ ആ സമയത്ത്. അത്ര അറ്റാച്ച്മെൻ്റായി പച്ചയായിട്ട്. നിറയെ കാടാണ് ഇവിടെ. പല സൈസ് ചെടികളും ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അത്യാവശ്യം പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കാണാറൊന്നുമില്ല. ഞാൻ എണീക്കണില്ല, അവിടെ റെസ്റ്റിലാണ്. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വന്നില്ല. ഞാൻ ഇട്ടിട്ട് പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങോട്ട് പോകുന്നപ്പോൾ പയ്യെ എണീറ്റ് വരുമോ അതിൻ്റെ പുറകെ. ഒറ്റയ്ക്കൊക്കെ നിൽക്കാൻ ഭയങ്കര പേടിയാണ്. ഭയങ്കര സ്നേഹമാണ് ആൾക്ക്. വയ്യ പുള്ളിക്ക്, തൊണ്ടയ്ക്ക് ചെറിയൊരു എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ശരി, ടാറ്റാ, ഞങ്ങൾ പോണു.